ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നോക്കുന്നത് BPCC 108 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 2. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സ്റ്റാറ്റ് നമുക്കറിയാം ഒരു റിസർച്ചാണ്. റിസർച്ചിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സൈക്കോളജിയിൽ നമുക്ക് സ്റ്റാറ്റ് പഠിക്കുന്നത് ഇതേപോലെ തന്നെ റിസർച്ചുകൾ നടത്തുമ്പോൾ നമുക്ക് സ്റ്റാറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ബേസ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ യൂണിറ്റ് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഓക്കെ ആണോ? തുടങ്ങല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് മീഡിയൻ മോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ബാക്കി നമ്മൾ അനോവ, കൈ സ്ക്വയർ അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിൽ. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റ് പഠിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി സ്റ്റാറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. സ്റ്റാറ്റ് എന്താണ്? ഒരു മാത്സിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. മെയിനായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വലിയൊരു ഹോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചുരുക്കി നല്ലൊരു ഫോർമുലയില്ല, നമ്മൾ ഗ്രാഫൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാറ്റ് വെച്ചിട്ട് നമുക്കത് ഒരു കൺക്ലൂഷനിൽ കൃത്യമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും. ഇനി നോട്ടിലായിട്ട് പോവാം. ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ രീതി അറിയാലോ. എക്സാമിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50-ലായിരിക്കും. കോർ സബ്ജക്റ്റാണ് 108. BPCC 108 എന്ന് പറയുന്നത് 104 ആയാലും കോർ സബ്ജക്റ്റാണ്. രണ്ടും 50-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ സ്റ്റാറ്റ് നമുക്ക് 50-ലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ തിയറി ഉണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മസ്റ്റായിട്ടൊരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആൻഡ് പ്രോബ്ലംസ് ഇഷ്ടത്തിനുണ്ടായിരിക്കും. ഓരോന്നിനും നമ്മൾ എത്ര വേർഡ്സ് വെച്ച് അറ്റൻഡ് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 വേർഡ്സാണ് പറയുന്നത്. 300 വേർഡ്സ് നമ്മൾ ആൻസർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 5 to 4 പേജസ് നമ്മൾ എഴുതണം. 5 to 6 പേജസ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻട്രഡക്ഷനിലോട്ട് പോവാം. ഓക്കെ, എല്ലാം ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ അപ്പം തന്നെ ചോദിക്കാം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ചോദിക്കാം. ഇൻട്രൊഡക്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്രാഞ്ച് ഓർ സബ് ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. എന്താണ്? ഓക്കെ, സ്റ്റാറ്റ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ഒരു സബ് ഫീൽഡാണ്. ഇതിൽ മെയിനായിട്ടും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് കിട്ടുകയാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. സോഷ്യൽ മീഡിയ യൂസേജും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസേജ് പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇതാണ് ഞാനൊരു ടോപ്പിക്ക് പറയുകയാണ്. എന്താണ്? സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു റിസർച്ചിൻ്റെ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ നമ്മൾ കേരളത്തിലെ കുറേ ആൾക്കാരെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ തേർഡ് ഇയറിലെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായി? ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, സോഷ്യൽ മീഡിയ ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ് ഇൻ കേരള. ഇതാണ് ടോപ്പിക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു? കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനെ മൊത്തം നമ്മളെ പോപ്പുലേഷൻ ആക്കുന്നു. നമ്മുടെ പോപ്പുലേഷൻ, കേരളത്തിലെ മൊത്തം കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലൊരു 10,000 കോളേജ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ നമ്മുടെ പോപ്പുലേഷനാണ്. നമുക്ക് ഈ 10,000 പേരെ വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, ഇമ്പോസിബിളാണ്. അത്രയും പേരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നിട്ട് റിസർച്ച് നടത്തുക, അത് ഇമ്പോസിബിളാണ്. സോ എന്ത് ചെയ്യാണ്? അതിൽ നിന്നൊരു 1000 പേരെ വെച്ചിട്ട് റിസർച്ച് നടത്തുന്നു. അതിൽ നിന്നൊരു 1000 പേരെ എടുത്തിട്ട് നമ്മൾ റിസർച്ച് നടത്തും. ഇതാണ് ഈ 1000 പേരാണ് എന്ത്? സാമ്പിൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ടോപ്പിക്ക് എങ്കിൽ സോഷ്യൽ മീഡിയ ആൻഡ് അവരുടെ സ്ലീപ്പ് ക്വാളിറ്റി, ഇതാണ് നമ്മുടെ ടോപ്പിക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലെ മൊത്തം കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. ഞാൻ ഈ പറയുന്ന ഓരോ ടേമുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് പോപ്പുലേഷൻ എന്നതിനെ പറ്റിയിട്ടാണ്. പോപ്പുലേഷൻ, കേരളത്തിലെ മൊത്തം കോളേജ് സ്റ്റുഡൻസ് നമ്മുടെ പോപ്പുലേഷനാണ്. അത്രയും പോപ്പുലേഷൻ എടുത്ത് നമുക്ക് ഒരു റിസർച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതിൽ നിന്ന് കുറച്ച് സാമ്പിളിനെ എടുത്തു, കുറച്ച് പേരെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഒരു 1000 പേരെടുത്തു. 10,000 പേരുണ്ട് കോളേജ് സ്റ്റുഡൻസ്. ഞാൻ അതിൽ നിന്നൊരു 1000 പേരെ എടുത്തു. 1000 പേരെ എടുത്തിട്ട് അവരെ പറ്റിയിട്ട് ഞാൻ പഠിക്കുക. അതാണ് എൻ്റെ സാമ്പിൾ. അപ്പോൾ 10,000 പേരിൽ നിന്ന് 1000 പേരെടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് സാമ്പിളായി. ഇത്ര ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈ രണ്ട് സംഭവം പോപ്പുലേഷനും സാമ്പിളും എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഇത്രയും സാമ്പിളിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ആൻഡ് ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷനായിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ സ്റ്റാറ്റി യൂസ് ചെയ്യുന്നത്. Statistics as a subject area has a vast scope and application. It finds its application in fields like policy management, policy planning, management, education, marketing, agriculture, medicine and so on. Though one of its major application is in research. പല മേഖലകളിലും സ്റ്റാറ്റി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പോളിസി പ്ലാനിങ്, മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഇതിലൊക്കെ സ്റ്റാറ്റി ഉണ്ട്. പക്ഷെ മേജറായിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റിസർച്ചിലാണ്. അതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ഹോൾ ഡാറ്റയാണ്. ഇപ്പോൾ വേൾഡിലെ മൊത്തം ജനങ്ങളെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റി വെച്ച് ചെയ്യാം. അപ്പോൾ അത് മൊത്തം നമ്മുടെ പോപ്പുലേഷനാണ്. അതിൽ നിന്ന് എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു 1000 പേരോ 2000 പേരോ 5000 പേരിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ സാമ്പിളാണ്. എന്നാലും അത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചുരുക്കി കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്ക് സോഷ്യൽ മീഡിയ ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഞാൻ റിസർച്ച് നടത്തിയ ഏറ്റവും ലാസ്റ്റ് എനിക്കൊരു കൺക്ലൂഷൻ കിട്ടുകയാണ്. സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ സ്ലീപ്പ് ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നുണ്ട്. എനിക്കൊരു കൃത്യമായിട്ടൊരു കൺക്ലൂഷൻ വരും. ഞാനിത് എവിടെ ജനറലൈസ് ചെയ്യും? സാമ്പിളിനെ വെച്ചിട്ടാണ് റിസർച്ച് ചെയ്തത്, പക്ഷെ ഞാൻ എവിടെ ജനറലൈസ് ചെയ്യും? പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യും. 1000 പേരിൽ ചെയ്തിട്ടുള്ളൂ, പക്ഷെ 10,000 പേർക്കും അങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്റ്റാറ്റി കൊണ്ടുള്ള ഒരു ഉപയോഗം. റിസർച്ച് നടത്തുന്നതിലൂടെ കൃത്യമായിട്ടൊരു നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി. സ്റ്റാറ്റിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യലും. ഈ വർഷം നമ്മൾ ഇൻഫറൻഷ്യലാണ് പഠിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ 104 പഠിച്ച കാര്യങ്ങളാണ്. ഇൻഫറൻഷ്യലിലെ ഡിസ്ക്രിപ്റ്റീവിൽ എന്തൊക്കെയായിരുന്നു? മീന്, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, ആവറേജ് ഡിവിയേഷൻ, ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. ഇൻഫറൻഷ്യൽ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് അനോവ, കൈ സ്ക്വയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിനെ പറ്റിയിട്ടൊരു ഇൻട്രഡക്ഷനാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? സ്റ്റാറ്റി ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു സബ് ഫീൽഡാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചാണ്, ദറ്റ് ഡീൽസ് വിത്ത് ദി ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയൊരു സ്കോപ്പ് ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതിലൊക്കെയാണ് നടക്കുന്നത്? പോളിസി പ്ലാനിങ്, മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, മെഡിസിൻ. അതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ആയി. ഇതിനു മുമ്പ് ഫെയ്ഡ് ആവുമായിരുന്നു. അതെ, പറയണം കേട്ടോ. യെസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിസർച്ചിലാണ്. സ്റ്റാറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യലും. ഇത്രയൊക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. In inferential statistics, inferences are drawn about the population based on a representative sample. നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, നമ്മളൊരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ എടുക്കും. റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മളൊരു സാമ്പിളിന് എടുക്കുന്നു. 10,000 പേര് കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പോൾ അത് അത്രയും പേർക്ക് ചെയ്യാൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു 1000 പേരെടുക്കുന്നു. അതാണ് സാമ്പിൾ, റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ, പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാമ്പിൾ. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയിൽ ഇൻഫറൻസസ് ഉണ്ടാക്കുന്നത് ഈ പോപ്പുലേഷന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ സാമ്പിൾ വെച്ചിട്ട് നമ്മളൊക്കെ ചെയ്യും. ലാസ്റ്റ് പോപ്പുലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇൻഫറൻസ് ഉണ്ടാക്കും. ഇൻഫറൻസ് എന്താ? ഒരു അനുമാനത്തിലെത്തുകയാണ്. കൃത്യമായിട്ട് ഒരു അനുമാനം നമുക്ക് കിട്ടും. ആഫ്റ്റർ ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് സമ്മറൈസ്ഡ് ആൻഡ് വൺസ് ദിസ് ഈസ് ഡൺ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി കാരിഡ് ഔട്ട് ഇൻ ഓർഡർ ടു അനലൈസ് ദ ഡാറ്റ ആൻഡ് ഡ്രോ കൺക്ലൂഷൻസ് ആൻഡ് മേക്ക് ഇൻഫറൻസസ്. കണ്ടോ, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്തത്? അതിനെ ഓർഗനൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നു അല്ലേ? കുറേ ഡാറ്റകൾ കളക്ട് ചെയ്തു, ക്വസ്റ്റ്യനെയർസൊക്കെ കൊടുത്ത് ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടി. അതിനൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് സ്റ്റാറ്റി വെച്ച് ഇതൊക്കെ ചെയ്യാണ്. ഡാറ്റ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നമുക്കതിൽ നിന്ന് കൺക്ലൂഷൻസും ഇൻഫറൻസസും ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ദസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫറൻസസ് ക്യാൻ ബി ഡ്രോൺ അബൌട്ട് ദ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റഡി ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സാമ്പിൾ ഓൺ ഹൂം ദ സ്റ്റഡി വാസ് ക്യാരിഡ് ഔട്ട്. നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയുടെ സഹായത്തോടെ നമ്മൾ പോപ്പുലേഷന് വേണ്ടി ഒരു ഇൻഫറൻസ് ഉണ്ടാക്കുന്നു, ഒരു അനുമാനത്തിലെത്തുന്നു. ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സാമ്പിൾ. പുതുതായിട്ട് വന്നവർക്ക് ഒന്നും കൂടിയും പറയാം, പോപ്പുലേഷനും സാമ്പിളും എന്താണെന്നുള്ളത്. അത് പറയാണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പോപ്പുലേഷൻ എന്താണെന്നൊന്നും കൂടിയും പറയാം. നമ്മളൊരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്റ്റാറ്റി എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടോപ്പിക് ഉണ്ടായിരിക്കും, ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ ഒരു ടോപ്പിക്ക് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇപ്പോൾ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു റിസർച്ചാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒരു 10,000 പേരുണ്ട്. സൗണ്ട് വളരെ കുറവാണ്. എനിക്ക് മാത്രമാണോ ബാക്കിയുള്ളവര്? ആണോ? ബാക്കി ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഇതെല്ലാം കേൾക്കാം. സുസനാണല്ലോ പറഞ്ഞ, ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കടാ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ്, 10,000 പേരാണ് കോളേജ് സ്റ്റുഡൻസ് എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും പേർക്ക് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 10,000 പേരും നമ്മുടെ പോപ്പുലേഷനാണ്. 10,000 പേരും നമ്മുടെ പോപ്പുലേഷനാണ്. അതിൽ നിന്ന് നമ്മളൊരു 1,000 പേരെ മാത്രം എടുത്തിട്ട് പഠിക്കുന്നു. 10,000 പേരെ വെച്ച് പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പമല്ല. അപ്പോൾ ഒരു 1,000 പേരെ വെച്ച് പഠിക്കുന്നു. ഈ 1,000 നമ്മുടെ സാമ്പിൾ. പോപ്പുലേഷനും സാമ്പിളും ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒന്നും പറഞ്ഞേ. യെസ് മാം. അടുത്തത്, as stated by Veeraraghavan and Shadgokar, inferential statistics refers to the mathematical methods based on probability theory and helps in reasoning and inferring the characteristic features of the sample drawn from the larger population. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എക്സാം എഴുതുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ മസ്റ്റായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, എഴുതിയ ആളുടെ പേരും എഴുതുക. ഓക്കെ, ഇതിലിപ്പോൾ വീരരാഘവൻ ആൻഡ് ഷഡ്ഗോർക്കർ രണ്ടുപേരും കൂടെ കൊടുത്തിട്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണിത്. ഇത് മസ്റ്റായിട്ട് എഴുതാനായിട്ട് നോക്കുക. വർഷം എഴുതാമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഏതാണോ ഒരു ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഡെഫിനിഷൻ എന്ന് എഴുതി അടിവര ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്, മറക്കരുത്. നമുക്ക് ഈ വാല്യുവേഷനിൽ അല്ലെങ്കിൽ മാർക്കുകൾ കുറയണം, ഭയങ്കരമായിട്ട് ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടെങ്കിലും നമ്മൾ ഒരു ഡെഫിനിഷൻ എഴുതുക. അത് ഡെഫിനിഷൻ എഴുതിയിട്ട് അടിവര ഇട്ടിട്ട് എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഒരു ഡെഫിനിഷൻ ഞാനിപ്പോൾ പറഞ്ഞു. എന്താണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി എന്ന് പറയുന്നത്? എന്താണ്? മാത്തമെറ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതെന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? റീസണിങ് ആൻഡ് ഇൻഫറിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ സാമ്പിൾ ഡ്രോൺ ഫ്രം ദ ലാർജർ പോപ്പുലേഷൻ. ഒരു വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിളിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസിലൊക്കെ എത്താനായിട്ട് പറ്റും. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഓൾസോ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ടു മേക്ക് എസ്റ്റിമേഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ്. പിന്നെ എന്തിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്? എസ്റ്റിമേഷൻസും പ്രഡിക്ഷൻസും ഉണ്ടാക്കാം അല്ലേ? നമുക്കൊരു കൃത്യമായിട്ടൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു അനുമാനത്തിലെത്തുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? പ്രഡിക്ഷൻസ് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മളെത്തി. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇനി സ്ലീപ്പ് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ കോളേജ് സ്റ്റുഡൻസിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോളേജ് സ്റ്റുഡൻസിൽ മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ലീപ്പ് ക്വാളിറ്റി ഇഷ്യൂസ് വരാം, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് പ്രഡിക്ഷൻസ് പറയാനായിട്ട് പറ്റും. As stated by Aaron and Cobbs, inferential statistics is employed by psychologists
ഇൻ ഓർഡർ ടു മേക്ക് ഇൻഫറൻസസ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഡാറ്റ. അപ്പോൾ സൈക്കോളജിസ്റ്റുകളും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? സൈക്കോളജിയിലെ ഒരു ടോപ്പിക് എടുത്ത് അതിൽ ഒരു ഇൻഫറൻസ് നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് നമുക്കും ഇൻഫറൻഷൻസും കൺക്ലൂഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫർദർ, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ based on descriptive statistics of a given sample, it goes beyond the sample and it helps in generalization of inferences to the whole population. എന്ത് ചെയ്തു? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി എന്താ ഞാൻ പറഞ്ഞു? മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആവറേജ് ഡീവിയേഷൻ, ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള സാമ്പിളിൽ ഇതൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ജനറലൈസേഷനിൽ എത്തുന്നത്. ആ ജനറലൈസേഷൻ എവിടേക്ക് കൊടുക്കുകയാണ്? പോപ്പുലേഷനിലോട്ട് കൊടുത്തു. സാമ്പിളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് പോപ്പുലേഷനിൽ ഇതൊക്കെ അസൈൻ ചെയ്തു. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം. എന്താണ്? ആദ്യം നമ്മൾ സെലക്ഷൻ ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഓർഡറിൽ പറയുന്നത്. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ പോപ്പുലേഷൻ. നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളിന് എടുത്തു. അതിൽ നിന്ന് 1000 പേരെടുത്തു. അതാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഡാറ്റ കളക്ട് ചെയ്തു. എല്ലാവർക്കും ക്വസ്റ്റ്യനെയേഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തി വാട്ടെവർ എങ്ങനെയെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഡാറ്റേനെ അനലൈസിസ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ഡ്രോ കൺക്ലൂഷൻസ് ആൻഡ് മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ദ പോപ്പുലേഷൻ. ഇത് ഏറ്റവും ലാസ്റ്റ് ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പോപ്പുലേഷന് വേണ്ടി ഒരു ഇൻഫറൻസ് ഉണ്ടാക്കിയെടുത്തു. ഇത്രയൊക്കെയാണോ നിങ്ങൾക്ക്? ആദ്യം തൊട്ട് ഒന്നുകൂടിയും പറയാം. സ്റ്റാറ്റി എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഒരു സബ് ഫീൽഡാണ്. എന്ത് ചെയ്യുന്നു? മെയിനായിട്ട് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്റ്റാറ്റി ചെയ്യുന്നത്. ഒരുപാട് മേഖലകളിൽ സ്റ്റാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. പോളിസി പ്ലാനിങ്, മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, മെഡിസിൻ. മേജറായിട്ട് യൂസ് ചെയ്യുന്നത് റിസർച്ചിലാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി ഉണ്ട്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ഉണ്ട്. കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി. ഈ വർഷം നമ്മൾ മെയിനായിട്ട് ഇൻഫറൻഷ്യലാണ്. ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞ വർഷം നോക്കിയ കാര്യമാണ്. എന്താണ് മീനിങ്ങിൽ പറയുന്നത്? കോൺസെപ്റ്റ് മീനിങ്ങിലും പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ നമ്മൾ എടുക്കുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇൻഫറൻസുകൾ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അനുമാനത്തിൽ നമ്മൾ എത്തുന്നത്. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അത് ഓർഗനൈസ് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റാറ്റിക് മെത്തേഡ്സ്, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഒരു ഇൻഫറൻസിൽ എത്തുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ പറഞ്ഞു, വീരരാഘവൻ ആൻഡ് ഷഡ്ഗോക്കറിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അത് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ നമുക്ക് ഇഫക്റ്റീവ്ലി യൂസ്ഡ് ടു മേക്ക് എസ്റ്റിമേഷൻസ് ആൻഡ് പ്രഡിക്ഷൻസും എസ്റ്റിമേഷൻസും ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. സൈക്കോളജിസ്റ്റുകളും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഫറൻസ്, കൺക്ലൂഷൻസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? സാമ്പിളിൻ്റെ സഹായത്തോടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ സാമ്പിളിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫറൻസിലോട്ട് പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് പോപ്പുലേഷനിലോട്ട് നമ്മൾ ആ ഇൻഫറൻസ് ജനറലൈസേഷൻ ചെയ്യുന്നു. ഈ ഒരു ഫ്ലോ ചാർട്ടും. ഇത്രയൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി അടുത്തത് ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സ്. There are two types of procedures under inferential statistics, namely estimation and hypothesis testing. These two are discussed in details as follows. നമുക്ക് 2 പ്രൊസീജിയേഴ്സ് ആണ് ഇൻഫറൻഷ്യൽ പറയുന്നത്. എസ്റ്റിമേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റിമേഷൻ പേര് പോലെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുക, കൃത്യമായിട്ടൊരു വാല്യൂവിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റി ഓഫ് എ ഫിനോമിന ഈസ് റെഫേർഡ് ടു ആസ് എസ്റ്റിമേഷൻ. ഇൻഫറൻസസ് ആർ ഡ്രോൺ ഫ്രം സാമ്പിൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് ദീസ് ഇൻഫറൻസസ് ക്യാൻ ദെൻ ബി ജനറലൈസ്ഡ് ടു ദ ഹോൾ പോപ്പുലേഷൻ. പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സാമ്പിളിൽ നിന്ന് ഇൻഫറൻസസ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പോപ്പുലേഷൻ. ആ സാമ്പിൾ ആരെന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദീസ് ഇൻഫറൻസസ് ക്യാൻ ദെൻ ബി ജനറലൈസ്ഡ് ടു ദ ഹോൾ പോപ്പുലേഷൻ. ഇത് ആ പോപ്പുലേഷനിൽ. അപ്പോൾ ഈ
സാമ്പിളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഇൻഫറൻസ് പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നുണ്ട്. വെറും 1000 പേരിൽ നടത്തിയൊരു റിസർച്ചിൻ്റെ റിസൾട്ടാണ്. 10,000 കോളേജ് സ്റ്റുഡൻസിനും ഇങ്ങനെ തന്നെയാണ്, ജനറലൈസ് ചെയ്യാണ്. 10,000 പേർക്കും ഇങ്ങനെ തന്നെയാണ്, ജനറലൈസ് ചെയ്യുന്നു. ഇൻ ദീസ് ഇൻഫറൻസസ് ദ റിസർച്ചർ വിൽ മേക്ക് എൻ എസ്റ്റിമേഷൻ ദാറ്റ് നീഡ്സ് ടു ബി ക്ലോസ് ടു ദ ആക്ച്വൽ ഓർ ട്രൂ പോപ്പുലേഷൻ വാല്യൂ. ദർ ആർ 2 ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ, പോയിന്റ് എസ്റ്റിമേഷൻ ആൻഡ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ, കൃത്യമായിട്ട് നമ്മൾ സ്റ്റാറ്റിക് മാത്തമെറ്റിക്കൽ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്തായിരിക്കണം? പോപ്പുലേഷൻ്റെ വാല്യൂവിനോട് ക്ലോസ് അല്ലെങ്കിൽ ആക്ച്വൽ ആയിരിക്കണം, ട്രൂ പോപ്പുലേഷൻ വാല്യൂവിനോട് അടുത്തായിരിക്കണം. അപ്പോൾ അത് 2 തരത്തിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവെൽ എസ്റ്റിമേഷനും. നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ അതൊന്നും കൂടി മനസ്സിലാവും. പോയിൻ്റ് എസ്റ്റിമേഷൻ, ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. പോയിൻ്റ് എസ്റ്റിമേഷൻ, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ ഇൻ വിച്ച് ദ വാല്യൂ ഈസ് എ സിംഗിൾ പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ദ എസ്റ്റിമേഷൻ ഫോർ സാമ്പിൾ മീൻ ഈസ് മെയ്ഡ് ആസ് 46.8 ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ദ ഈക്വൽ ടു ദ പോപ്പുലേഷൻ മീൻ. കണ്ട് ഇവിടെ കൃത്യമായിട്ടൊരു വാല്യൂ കൊടുത്തു, 46.8 എന്നുള്ളത്. കേട്ടോ, കൃത്യമായിട്ടൊരു വാല്യൂ കൊടുത്തു. ഒരു എക്സാമ്പിളാണ് കേട്ടോ, ഇത് തന്നെ വരണമെന്നല്ല, 46.8 കറക്റ്റ് പറഞ്ഞു. നേരെ മറിച്ച് ഇൻ്റർവെല്ല് കണ്ടോ, 45 to 47 ഒരു ഇൻ്റർവെല്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വ്യത്യാസം പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവെൽ എസ്റ്റിമേഷനും. അപ്പോൾ പോയിൻ്റ് എസ്റ്റിമേഷനിൽ എന്താണ്, ഒരു സിംഗിൾ പോയിൻ്റ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പോയിൻ്റ് എസ്റ്റിമേറ്റ്സ് കംപ്രൈസസ് ഓഫ് സാമ്പിൾ മീൻ ആൻഡ് സാമ്പിൾ പ്രൊപ്പോർഷൻ. ദ പോപ്പുലേഷൻ മീൻ ഈസ് മ്യൂ ആൻഡ് ദ സാമ്പിൾ മീൻ വിൽ ബി എക്സ് ബാർ. ഇവിടെ നമ്മൾ പോപ്പുലേഷൻ മീനിനെ, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വലിയ ഡാറ്റ, 10,000 പേര്, അവരുടെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. ഇതേ സാധനമല്ലേ മ്യൂ, മ്യൂ ഇങ്ങനെയാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ സാമ്പിളിൻ്റെ മീനെ എക്സ് ബാർ, എക്സ് എഴുതിയിട്ട് മേലെ ഒരു വര ഇടും, എക്സ് ബാർ. പോപ്പുലേഷൻ മീനെ മ്യൂ എന്നും പറയും, സാമ്പിൾ മീനെ എക്സ് ബാർ എന്നും പറയും. ഇൻ എ സിമിലർ മാനർ ദ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഈസ് ക്യാപിറ്റൽ പി, ഇത് ക്യാപിറ്റൽ പി ആണ്, ക്യാപിറ്റൽ പി, ആൻഡ് ദെൻ സാമ്പിൾ പ്രൊപ്പോർഷൻ വിൽ ബി സ്മോൾ ലെറ്റർ പി. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ പരീക്ഷയ്ക്ക്. പോപ്പുലേഷൻ മീനിനെ മ്യൂ എന്ന് പറയുന്നു, സാമ്പിൾ മീനിനെ എക്സ് ബാർ എന്ന് പറയുന്നു, പോപ്പുലേഷൻ പ്രൊപ്പോർഷനെ ക്യാപിറ്റൽ പി എന്ന് പറയുന്നു, സാമ്പിൾ പ്രൊപ്പോർഷനെ സ്മോൾ പി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം. അപ്പോൾ പോയിൻ്റ് എസ്റ്റിമേഷനാണ് പറഞ്ഞത്, സിംഗിൾ വാല്യൂ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക, അതാണ് പോയിൻ്റ് എസ്റ്റിമേഷൻ. ഇനി അടുത്തത് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. An interval estimate is an interval or 2 numbers within which the population parameter could lie. കണ്ടോ, 2 നമ്പേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ കിടക്കുന്നത്. Thus for population mean mu, the interval estimate will be a less than x less than b. An interval estimate is greater than a but lesser than b. ഒന്നുമില്ല, സിമ്പിളായിട്ട് 2 നമ്പറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ സാമ്പിൾ മീൻ കിടക്കേണ്ടതായിരിക്കുക. ഇവിടെ എക്സ് ബാർ തന്നെയാണ് കേട്ടോ, എ ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ ബി. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാമ്പിൾ മീൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ്റെ മീൻ ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ പറഞ്ഞു 45 to 47 within which it is expected that the population mean will lie. As the researcher has an interval, he or she is thus able to trust that the estimate is close to the population value with 95% 95% or 99% level of confidence. Interval estimate comprises of confidence interval for mean and confidence interval for proportion. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 to 47 കൊടുത്തു. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് പറയാമല്ലേ, കാരണം കൃത്യമായിട്ട് ഒരു നമ്പർ കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 45 to 47 എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് അതിൽ വരും? 45.5, 1, 45.1, 45.2, 45.3 അല്ലേ, ഒരുപാട് നമ്പേഴ്സ് വരും. 46.5, 47 വരയ്ക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ ആസ് ദ റിസർച്ചർ ഹാസ് എൻ ഇൻ്റർവെൽ, അപ്പോൾ ഈ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഷീ ഈസ് ദസ് ഏബിൾ ടു ട്രസ്റ്റ് ദാറ്റ് ദ എസ്റ്റിമേറ്റ് ഈസ് ക്ലോസ് ടു ദ പോപ്പുലേഷൻ വാല്യൂ വിത്ത് 95% ഓർ 99% ലെവൽ ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ അത്രയും അടുത്താണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. കൃത്യമായിട്ട് പറയുന്നതിനേക്കാൾ എപ്പോഴും ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ആണ് വെച്ചെങ്കിൽ നമുക്ക്
ഇത് ശരിയായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, എസ്റ്റിമേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇൻ്റർവെല്ലും ഉണ്ട്, പോയിൻ്റ് എസ്റ്റിമേഷനും ഉണ്ട്, അടുത്തത് ഇൻ്റർവെൽ എസ്റ്റിമേഷനും ഉണ്ട്. ഇനി അടുത്തത് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. Hypothesis testing. Hypothesis is a tentative statement that is investigated during the process of research. ഇനി ഹൈപ്പോത്തസിസിനെ പറ്റി പറയാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ടെൻഡേറ്റീവ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റിസർച്ച്. ഹൈപ്പോത്തസിസ് പെർട്ടൈൻസ് ടു സർട്ടൻ ഫിനോമിന ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ എ തിയറി. എന്നാണ് കുറച്ച് തിയറീസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് കൊടുക്കുന്നത്. ഡാറ്റ ഈസ് ദെൻ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഇൻ ഓർഡർ ടു വാലിഡേറ്റ് ദ ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഡാറ്റകൾ കളക്ട് ചെയ്യും. നമ്മൾ എന്ത് ഹൈപ്പോത്തസിസ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതൊക്കെ വെച്ചിട്ട് നോക്കും. ദസ് ദ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് ഓർ അക്സെപ്റ്റഡ് ബൈ എ റിസർച്ചർ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞല്ലോ, ടെൻഡേറ്റീവ് ആണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? താൽക്കാലികമായി വെച്ചേക്കാണ്. ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മളത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. നമുക്ക് ലാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്? സോഷ്യൽ മീഡിയയും സ്ലീപ്പ് ക്വാളിറ്റിയാണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, ദർ ഈസ് നോ ഡിഫറൻസ് അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇതാണ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു റിലേഷനും ഇല്ല. അത് ശരിക്കും നൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത് റിജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തേക്കാണ്, ദർ ഈസ് റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കാണ്. ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ്. Hypothesis testing is referred to as a process involves statistical decision making with regard to population value that is based on the sample value. നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. Though while drawing inferences, one needs to ensure that the hypothesis is not incorrectly accepted or rejected due to results that are influenced by the chance factor or confounding factors. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ നമ്മൾ ഇൻഫറൻസസ് മേക്ക് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ടൈമിൽ താൽക്കാലികമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ്. ഓക്കെ ആണോ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? ഡൗട്ട് ഉണ്ടോ? ഹൈപ്പോത്തസിസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇപ്പം നമുക്ക് ഒരുപാട് ടൈപ്സുകൾ, ഹൈപ്പോത്തസിസ് ഒരുപാട് ടൈപ്സുകൾ വരുന്നുണ്ട്. നോക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇവിടെ 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യത്തെയാണ് നൾ ഹൈപ്പോത്തസിസ്. പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ. നൾ ഹൈപ്പോത്തസിസ്. Once a researcher finalizes his or her research topic and variables after reviewing literature, he or she will have to formulate hypothesis based on the problem statement. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഹൈപ്പോത്തസിസ് എടുക്കുന്ന ഒരു ടൈമാണ് പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യാണ്? നമുക്കൊരു ടോപ്പിക്ക് കിട്ടും. ഒരു സബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത്, 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിസർച്ചിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്തു. എൻ്റെ സബ്ജക്റ്റ് ഇതാണ്, ഞാൻ ഉറപ്പിച്ചു, സോഷ്യൽ മീഡിയയും സ്ലീപ്പ് ക്വാളിറ്റിയും, അതാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ വാരിയബിൾസൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തി. അതായത് നമ്മൾ മീഡിയാസ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കി, ChatGPT നോക്കി, പലതൊക്കെ നോക്കി നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം?
ഹി ഓർ ഷീ വിൽ ഹാവ് ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾസ് നോക്കി വയ്ക്കുന്നു. വേരിയബിൾസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നു. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ എ റിസർച്ച് അറ്റംപ്റ്റ്സ് ആർ മെയ്ഡ് ബൈ ദ റിസർച്ചർ ടു റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ഇവിടെ എന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്? റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ്. അതാണ് നമുക്ക് എടുത്ത് കളയാനായിട്ട് വെക്കുന്നതാണ് എന്ത്, നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് ഹൈപ്പോത്തസിസ് ഓഫ് നോ ഡിഫറൻസ്. As null hypothesis implies that there is no difference between two groups. അപ്പോൾ റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണല്ലോ, അപ്പോൾ അവിടെ എപ്പോഴും നോ ഡിഫറൻസ് എന്ന് വയ്ക്കും, അല്ലെങ്കിൽ നോ റിലേഷൻ എന്ന് വയ്ക്കും. നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ആണെങ്കിലും വേരിയബിൾസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസവും ഇല്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, നൾ ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H0. H എന്ന് എഴുതിയിട്ട് ചെറിയൊരു O എഴുതും. ഇതിനെ H0 എന്നാണ് കേട്ടോ പറയാം, H0. ഓക്കെ, ഓക്കെ ആണോ? നൾ ഹൈപ്പോത്തസിസ് ഓക്കെ ആണോ? മനസ്സിലായോ? നൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നോക്കിയല്ല, നമ്മളിതൊക്കെ 104 പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും. ഓക്കെ, അപ്പോൾ റിജക്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോത്തസിസ് എപ്പോഴാണ് ഫോർമുലേറ്റ് ചെയ്യുക? ടോപ്പിക്കൊക്കെ ഫൈനലൈസ് ചെയ്ത് വേരിയബിൾസ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയതിന് ശേഷമാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. അതായത് നോ ഡിഫറൻസ് എന്ന് എഴുതും, അല്ലെങ്കിൽ ദെയർ ഇസ് നോ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതിനെ H0 എന്ന് എഴുതിയിട്ട് ചെറിയൊരു O എഴുതുക, H0 എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H0. ഇനി അടുത്തതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നേരെ തിരിച്ച് റിജക്റ്റ് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓൾസോ കോൾഡ് ആസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഇതിനെ എന്തെന്നും വിളിക്കുന്നുണ്ട്? റിസർച്ച് ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ക്യാൻ ബി ടേംഡ് ആസ് എ കൗണ്ടർ പ്രൊപ്പോസിഷൻ ടു ദ നൾ ഹൈപ്പോത്തസിസ്. നേരെ ഓപ്പോസിറ്റ്, നൾ ഹൈപ്പോത്തസിസ് പോലെയല്ല. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ എ റിസർച്ചർ ബേസ്ഡ് ഓൺ എ തിയറി. ദ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ HA. ഇവിടെ എന്താണ് ഈ ഹൈപ്പോത്തസിസിൽ പറയുന്നത്? അവിടെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ നോ ഡിഫറൻസ് പറഞ്ഞു. നൾ ഹൈപ്പോത്തസിസിൽ എങ്ങനെയാണ്? നോ ഡിഫറൻസ്, നോ റിലേഷൻ ഒക്കെയാണ്. ഇവിടെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക, അല്ലെങ്കിൽ റിലേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ പറയാം? ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എമംഗ് കോളേജ് സ്റ്റുഡൻസ്. ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്, കാരണം റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ HA അല്ലെങ്കിൽ H1 എന്നും എഴുതാം കേട്ടോ. ടെക്സ്റ്റിൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്, H1 എന്നും എഴുതാം, HA അല്ലെങ്കിൽ H1 എന്ന് എഴുതാം. ഇത് രണ്ടും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. രണ്ടും ഓക്കെ ആണോ? ഓൾട്ടർനേറ്റീവും നള്ളും ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ? നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഒന്നുമില്ല. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യാനായിട്ട് മാത്രം വെക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് വരുമ്പോൾ മനസ്സിലാവും. നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് മാത്രം വെക്കുന്നതാണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ മീഡിയ ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഇതൊരു നൾ ഹൈപ്പോത്തസിസ് ആണ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, സ്ലീപ്പ് ക്വാളിറ്റിയിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അപ്പോൾ ഈ പറഞ്ഞത് എടുത്തു കളയേണ്ടി വരും. അപ്പോൾ റിജക്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ഇതിനെ H0 എന്ന് പറയുന്നു. ഇനി ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദർ ഈസ് എ റിലേഷൻ അല്ലെങ്കിൽ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇങ്ങനെയാണ് നള്ളും ഓൾട്ടർനേറ്റീവും എഴുതുന്നത്. മനസ്സിലായോ? ഇപ്പോൾ രണ്ടും ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ.
ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ, കാരണം ഇത് ഭയങ്കര ഡൗട്ട് തോന്നും, അതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മനസ്സിലാവാണ്ട് നമ്മൾ ഇനിയും വായത്തോരെ ഇങ്ങനെ പറഞ്ഞു തരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, difference between null and alternative hypothesis. The very first difference is that alternative hypothesis is about inequality, where it is stated that a relationship exists between given two variables. ഇനി അടുത്ത ഡൗട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പം നേരത്തെ മനസ്സിലാകാത്തവർക്ക് ചിലപ്പോൾ ഇത് പ്രശ്നമാവും. ഒന്നുകൂടി പറയണേ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് അബൌട്ട് ഇനീക്വാളിറ്റി. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുന്നത് ഇനീക്വാളിറ്റീനെ പറ്റിയാണ്. വേർ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഗിവൺ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിൽ റിലേഷൻ ഉണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. സോഷ്യൽ മീഡിയ യൂസേജ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി. ഇവിടെ രണ്ട് വേരിയബിൾസ് ഏതാണ്? സോഷ്യൽ മീഡിയ ഒരു വേരിയബിളാണ്, സ്ലീപ്പ് ക്വാളിറ്റി ഒരു വേരിയബിളാണ് അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ ഡിഫറൻസ് ഉണ്ട്, ഇനീക്വാലിറ്റിയാണ്. രണ്ടും ഈക്വൽ ആണോ? അല്ല, സോഷ്യൽ മീഡിയ കൂടുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി കുറയുക ചെയ്യണത്. അപ്പോൾ അവിടെ ഈക്വാലിറ്റി ഇല്ല, ഇനീക്വാലിറ്റിയാണ്. മനസ്സിലായോ? ഇനീക്വാലിറ്റി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് ഇനീക്വാലിറ്റി, വേർ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഗിവൺ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇനീക്വാലിറ്റീനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് നൾ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? അബൌട്ട് ഇക്വാലിറ്റി. അവർ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പ് ക്വാളിറ്റിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, രണ്ടും ഒരേപോലെയാണ്. സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിച്ചാൽ സ്ലീപ്പ് ക്വാളിറ്റി കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വല്ല ഡിഫറൻസും ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് നൾ ഹൈപ്പോത്തസിസ് ഈസ് അബൌട്ട് ഈക്വാലിറ്റി, വേർ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗിവൺ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിൽ യാതൊരു റിലേഷനില്ല. സോഷ്യൽ മീഡിയ വഴിക്ക് പോകുന്നു, സ്ലീപ്പ് ക്വാളിറ്റിയുടെ വഴിക്ക് പോകുന്നു, ഒരു റിലേഷനും ഇല്ല. അതുകൊണ്ട് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. ആദ്യത്തെ ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് പറയട്ടെ. ഓക്കെ അല്ലോ? ഓക്കെ ആണോ? ഇനി അടുത്തത് further, the alternative hypothesis is regarding the sample and the null hypothesis is regarding the population. Alternative hypothesis സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എന്താണ്? അവിടെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് പേരെ എടുത്തിട്ട് ചെയ്യാണ്. അപ്പം നമുക്കവിടെ അപ്പം അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കുറച്ചാണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ സാമ്പിളിന് എടുത്തിട്ട് ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ 10 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവർക്ക് എന്തൊക്കെയോ അവർ റിലേഷനിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അവർ കുറച്ച് ഇനീക്വാലിറ്റി ഒന്നും ശരിയല്ല. പക്ഷേ പോപ്പുലേഷൻ എന്താണ്? നൾ ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ഈസ് റിഗാർഡിങ് ദ പോപ്പുലേഷൻ. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്, നൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ദ തേർഡ് ഡിഫറൻസ് ഈസ് ദാറ്റ് നൾ ഹൈപ്പോത്തസിസ് ഈസ് ടു ബി ടെസ്റ്റഡ് ഇൻഡയറക്ട്ലി ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് ടെസ്റ്റഡ് ഡയറക്റ്റ്ലി. അതായത് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ഇൻഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പോപ്പുലേഷനെ റിഗാർഡ് ചെയ്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ്ലി ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് ടു ബി ടെസ്റ്റഡ് ഡയറക്ട്ലി. ദിസ് ഈസ് ബിക്കോസ് വി മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ദ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദ സാമ്പിൾ. ഇതുകൊണ്ടാണ് നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാമ്പിളിനെ കൊണ്ടുവരുന്നതും അതിൽ ഇൻഫറൻസുകൾ മേക്ക് ചെയ്യുന്നതും. The fourth difference is quite interesting as the alternative hypotheses are usually written using Roman symbols. Alternative hypothesis എപ്പോഴും എന്താണ്? റോമൻ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, എക്സ് ബാർ സാധനങ്ങളൊക്കെ എന്താണ്? റോമൻ സിമ്പിൾസ് ആണ്. ഇവിടെ എക്സ് ബാർ ആണ് കേട്ടോ. ആ ഒരു ലെറ്ററിങ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചത്. X1, X bar. Okay.
അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഒക്കെ റോമൻ സിമ്പിൾസ് ആണ്. വേറാസ് നൾ ഹൈപ്പോത്തസിസ് ആർ റിട്ടൺ യൂസിങ് ഗ്രീക്ക് സിമ്പിൾസ്. മ്യൂ എന്ന് പറയുന്ന സാധനം എന്താ? ഗ്രീക്ക് സിമ്പിളാണ്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഒക്കെ ഗ്രീക്ക് സിമ്പിൾസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എഴുതി വെച്ചുള്ളതാണ്. ഇതൊന്നും എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ സാധനങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചേക്കാണ്. ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് H1 കണ്ടോ, x1 ലെസ് ദാൻ x2. The null hypothesis H0 mu1 equal to mu2. Thus mu is a symbol of parameter mean where x bar is a symbol of സാമ്പിൾ മീൻ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം പാരാമീറ്റർ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിനെയാണ് കേട്ടോ. പാരാമീറ്റർ മീൻ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മ്യൂ എന്ന് എഴുതും. പിന്നെ സാമ്പിൾ മീനെ നമ്മൾ എന്ത് കൊടുത്തു? എക്സ് ബാർ എന്ന് കൊടുത്തു. ജസ്റ്റ് എഴുതി വയ്ക്കുക. ഈ സാധനം പഠിച്ചു വെച്ചാൽ മതി. നാലാമത്തെ സാധനം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈ ഒരു സാധനം എഴുതാനായിട്ട് നിൽക്കണ്ട. നാലാമത്തെ എന്താ പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഒക്കെ റോമൻ സിമ്പിൾസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നൾ ഹൈപ്പോത്തസിസ് ഒക്കെ ഗ്രീക്ക് സിമ്പിൾസ് വെച്ചിട്ടാണ് എഴുതുന്നത്. ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ഹൈപ്പോത്തസിസ് whereas the null hypothesis is an implied hypothesis mainly because it cannot be directly tested. നമ്മൾ പറഞ്ഞു നൾ ഹൈപ്പോത്തസിസിനെ ഡയറക്റ്റ്ലി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് ഇംപ്ലൈഡ് ഹൈപ്പോത്തസിസ് ആണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്? എക്സ്പ്ലിസിറ്റ് ഹൈപ്പോത്തസിസ് ആണ്. ഇത്രയും ഡിഫറൻസ് ആണ്, 5 ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ആദ്യം പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇനീക്വാളിറ്റി ആണ്, നൾ ഹൈപ്പോത്തസിസ് ഈക്വാളിറ്റി ആണ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്, നൾ ഹൈപ്പോത്തസിസ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. തേർഡ് ഡിഫറൻസ് എന്താണ്? നൾ ഹൈപ്പോത്തസിസിനെ ഇൻഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റോമൻ സിമ്പിൾസ് ആണ്, നൾ ഹൈപ്പോത്തസിസ് ഗ്രീക്ക് സിമ്പിൾസ് ആണ്. എന്നിട്ട് സിമ്പിളുകൾ വെറുതെ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എക്സ്പ്ലിസിറ്റ് ഹൈപ്പോത്തസിസ് ആണ്, നൾ ഹൈപ്പോത്തസിസ് ഇംപ്ലൈഡ് ഹൈപ്പോത്തസിസ് ആണ്. ഇത്രയും ഡിഫറൻസുകൾ പഠിച്ചു വയ്ക്കാം. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, വൺ ടൈൽഡ്, ടു ടൈൽഡ്. നാളെ നമുക്ക് ഈ ചാപ്റ്റർ തീരും. കുറച്ചുള്ളൂ, പക്ഷെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. എറർ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവലൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മൾ വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പം നാളെ നമുക്ക് ഈ ടൈം തന്നെ വെക്കാം അല്ലേ? 4 മണി ഓക്കെ ആണോ നിങ്ങൾക്ക്? 4 മണി ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ വെക്കാം. ആൻഡ് വിൽ ബി റെക്കോർഡിങ്സ് ഞാൻ ഇടാം കേട്ടോ. റെക്കോർഡിങ് ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് ഇടാം. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. യു ക്യാൻ കോണ്ടാക്ട് മീ. ഓക്കെ, നാളെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. യൂസ്ഫുൾ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്സുകൾ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതിൽ 104 എഴുതാത്തവരാരെങ്കിലും ഉണ്ടോ? 104 എഴുതാത്തവര് ഉണ്ടായിരിക്കും. അതെ അല്ലേ? നമുക്ക് 104ൻ്റെ ഒരു സെഷൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ 4 മണിക്ക് തന്നെ ക്ലാസ് ഉണ്ടായിരിക്കും. താങ്ക് യു. നമ്പർ ഞാനത് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാ, ചാറ്റ് ബോക്സിലുണ്ട്. 9061162328. എൻ്റെ പേര് ധനശ്രീ. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.